സഖിക്ക് കൊണ്ടുകൊണ്ട് ഒരു വേറൊരു സാധനം പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ. ഞാൻ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കേണ്ട വേറെ പ്രോപ്പർട്ടി ഇതിനുണ്ട്. ബൈ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്കിലിരിക്കുന്ന പെട്ടികൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ സംഭവം എന്നുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴും പെട്ടെന്നെങ്കിലും പോകേണ്ടി വന്നാലോ വെച്ചിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, എനിക്ക് താഴത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാവും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കും ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിട്ട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഇവിടെ ഞങ്ങളൊക്കെ താഴത്തൊക്കെ ഇരിക്കുന്നേ. അഞ്ചുപേരൊക്കെ എങ്ങനെയാണ് പണിയെടുത്തിട്ടല്ലേ ജീവിച്ചിരുന്നത്. നടത്തും പറമ്പിലും പോയിട്ട് പണിയെടുത്ത് പിന്നെ ജോലിക്ക് പോയവർക്കൊക്കെ പ്രസവിച്ച് വന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ ഇരുന്നിട്ട് നിലത്തൊക്കെ ഇരുന്നിട്ട് പിടിച്ചിട്ടൊക്കെ തന്നെ. എനിക്കത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ബാഗിൽ എന്തൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബാഗ്. ഈ ബാഗിന് ഭയങ്കര സ്പെഷ്യൽ ബാഗാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ലേബർ റൂമിലേക്ക് നമ്മൾ കയറ്റിയിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട ബാഗ് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ആവശ്യം വരിക ഈ ബാഗാണ്. ലേബർ റൂമിലേക്ക് ലേബർ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റർമാർ ചോദിക്കും ഡ്രസ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനം ഇതില് മുണ്ടുകളാണ് കേട്ടോ. ആദ്യം അവര് പ്രസവങ്ങളുടെ ലേബർ അടുക്കണ സമയത്ത് അവർ ലേബർ റൂമിൻ്റെ അകത്തേക്ക് മുണ്ടുകൾ വയ്ക്കും. അപ്പോൾ ഇതിൽ മുണ്ടുണ്ട്. പിന്നെ ഉണ്ണീനെ വാങ്ങാനൊക്കെ അതില് ഇത് ഉണ്ണീനെ കൊണ്ടുവരുമ്പോൾ എടുക്കാൻ നോക്കാം. പിന്നെ എൻ്റെ ഒരു നൈറ്റി വെച്ചിട്ടുണ്ട്. അതും അതേപോലെ കുറച്ച് മുണ്ടുകളുണ്ട് കേട്ടോ. കൂടുതൽ പിന്നെ കുറച്ച് വേസ്റ്റ് വരുമല്ലോ. നമ്മൾ ഇട്ട് കൊണ്ടുപോയ ഡ്രസ്സ് അകത്തേക്ക് ഇട്ട് പോകുന്ന ഡ്രസ്സ് ഞാൻ ആ പെട്ടിയിലുണ്ട് ഇടാൻ കാണിച്ചു തരാം. അപ്പം ഇട്ട് പോകുന്ന ഡ്രസ്സ് പിന്നെ അത് തിരിച്ച് നമുക്ക് തരുമ്പോൾ ഭയങ്കരമായിട്ട് അത് വൃത്തികേടായി ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരണകർപ്പണങ്ങളൊക്കെ കണ്ടുവരില്ല. അപ്പോൾ നല്ല വൃത്തികേടുന്ന ബ്ലഡിൻ്റെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ തിരിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നൈറ്റി ഒക്കെ ചോദിക്കും. അപ്പോൾ ആ നൈറ്റി ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങും. ഈ മുണ്ടുകളൊക്കെ ആവശ്യം വരും. ഉണ്ണീനെ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് അകത്തേക്ക് അവർ ചോദിക്കണ മുണ്ടുകളാണ്. പിന്നെ ഞാൻ തിരിച്ച് റിട്ടേൺ ഇറങ്ങി വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള നൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡെലിവറിക്ക് കയറി കഴിഞ്ഞാൽ അതിന് ആദ്യം വേണ്ട ഒരു ഇതാണ് ഇട്ടത്. സംഭവത്തിൽ കുറേ മുണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് നമ്മൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിക്കില്ലല്ലോ. റൂം ഉണ്ടെങ്കിൽ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് മാത്രം നമുക്ക് പിടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും പിന്നെ ആ സമയത്ത് ഇതിലെ വെച്ചെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒറ്റൊരു സഞ്ചി, അത് ഒറ്റൊരു ബാഗ്, അതിൽ ലേബർ റൂമിലേക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ മാത്രം സെപ്പറേറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബാഗ്. അടുത്തത് ഞാൻ ആദ്യം ഇരിക്കുന്നത് മാറ്റി വെക്കാം കേട്ടോ. ബാക്കിലാണ് കൂടുതൽ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡർ എടുക്കാൻ ഒരു ബെഡ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അഡീഷണൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാനൊക്കെ ഒരു പുൽപ്പായ നിർബന്ധമാണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അമ്മ ഉണ്ടാവും എന്തായാലും. പിന്നെ ചേട്ടൻ ശിവമുള്ള കാരണം ചേട്ടൻ ചിലപ്പോൾ വീട്ടിൽ പോവുമായിരിക്കും. രാത്രി കിടക്കാൻ അറിയില്ല. അഡ്മിറ്റ് ആയതിൻ്റെ അന്ന് നമുക്ക് ഒരു 12 മണിക്ക് ആദ്യം വേദനേരം മരുന്ന് വരും. പിന്നെ 4 മണിക്ക് വേദനേരം മരുന്ന് വരും. അപ്പോൾ രാത്രി സമയത്ത് എനിക്ക് പോകണ്ടേ. പിന്നെ എപ്പോഴാണ് ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞ എൻ്റെ ഡെലിവറിക്ക് 12 മണിക്ക് എനിക്ക് മരുന്ന് തന്നു. പിന്നെ 4 മണിക്ക് മരുന്ന് തന്നിട്ട് 4:30 ആകുമ്പോൾ എനിക്ക് വാട്ടർ ബ്രേക്ക് ആവുകയും ചെയ്തു.
പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പിന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. 5:45 സമയത്ത് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനെ വിളിപ്പിച്ചു, ലാബ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഡോക്ടർ നേരെ ലാബ് റൂമിലേക്ക് കയറിക്കോ, കുളി കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സ് ലാബ് റൂമിലേക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ലാബ് റൂമിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ തിരിച്ച് അയക്കും. പിന്നെ പെയിൻ എനിക്ക് തുടങ്ങിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ പെയിൻ തുടങ്ങിയാലല്ലേ കയറേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അത് നമുക്ക് വാട്ടർ ബ്രേക്കായ കാരണം ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വേദനയ്ക്കുള്ള മരുന്ന് ട്രിപ്പ് ഇടാനും അങ്ങനത്തെ സംഭവത്തിനാണ് അങ്ങനത്തെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്നോട് കയറിക്കോന്ന് പറഞ്ഞു. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തങ്ങാൻ പറ്റില്ല. ശേഷം ഉണ്ണിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം തലേ ദിവസം കഴിഞ്ഞ ശിവര സമയത്ത് ചേട്ടൻ ഫുൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം ആള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചേട്ടൻ നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഈ കാര്യത്തിൽ. ശിവ ഉള്ള കാരണം ശിവ ഇനിയുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കിടന്ന റൂമുകളൊക്കെ ഭയങ്കര വലിയ റൂമുകളായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ പണി നടക്കുന്ന കാരണം ആ റൂമുകളൊക്കെ പൊളിച്ചു. ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് ചെറിയ റൂമുകളാണ് ഉള്ളത്. അധികം സ്ഥലങ്ങളില്ല, കുഞ്ഞു കുഞ്ഞു റൂമുകളാണ്. അതിനുള്ളിൽ കിടക്കാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മളൊരു പുൽപ്പായ പിടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബക്കറ്റ് പിടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ് ബക്കറ്റും പുൽപ്പായൊക്കെ. സംസാരിക്കുമ്പോൾ കിതപ്പ് വരുന്നുണ്ട്. എനിക്ക് ഓൾറെഡി കിതപ്പുള്ള കൂട്ടത്തിൽ പിന്നെ പ്രഗ്നൻ്റ് ആയത് കാരണം കിതപ്പ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ഇന്നിപ്പോൾ ഇന്നലെ ഇന്നായിട്ട് മഴയില്ല. പക്ഷേ മഴ ഉള്ളപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. മഴ അങ്ങോട്ട് നിന്നോട് കൂടിയിട്ട് ഭയങ്കര ചൂടായിട്ടാണ്. ഇന്നലെ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ചൂടെടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അതേപോലെ തന്നെ ഇപ്പോൾ മഴ വെയിലൊന്നും ഉദിച്ചപ്പോൾ ഭയങ്കര ചൂടായി. നമ്മുടെ അടുത്ത ബാഗിലുണ്ട്. ബാഗ് കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ അത് കുറേ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ സാധനങ്ങളാണ് ഓരോ ആൾക്കാർക്കുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ ഈ ബാഗിൽ ഡെലിവറി റൂമിലേക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ. പിന്നെ ഈ ബാഗിൽ അമ്മയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഒറ്റൊരു ബാഗിൽ ഒരാളുടെ ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എല്ലാം കൂടി ഒരു ബാഗിൽ എല്ലാവരുടെ ഡ്രസ്സ് ഒരു ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ കൺഫ്യൂഷനാവും. ഏതിൽ വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനും നമുക്ക് എടുക്കാൻ നമ്മുടെ സുഖത്തിനും വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ ബാഗിലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബാഗ് ഫുള്ള് അമ്മയുടെ സാധനങ്ങളാണ്. അമ്മയ്ക്കുള്ള സാധനങ്ങളാണ്. അമ്മയുടെ നൈറ്റി അങ്ങനത്തെ സാധനങ്ങളാണ്. അത് ഞാൻ എടുക്കണില്ല. അപ്പോൾ ഇതിൽ അമ്മയുടെ നൈറ്റി സാധനങ്ങൾ, പിന്നെ അമ്മയ്ക്ക് വേണ്ടിയുള്ള അമ്മയുടെ പുതപ്പ്, രണ്ട് സാധനങ്ങളാണ്. ഇതിൽ കവറൊക്കെ ഉണ്ട്. ഇതിൽ മൊത്തം അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് ഉറങ്ങുമ്പോൾ ഉപയോഗിക്കാനുള്ള പുതപ്പ്, അമ്മയുടെ ഡ്രസ്സുകൾ, അതാണ് ഇതിലുള്ളത് കേട്ടോ. ഇത് എടുക്കണില്ല ഞാൻ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഡ്രസ്സല്ലേ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും. ഇതിലൊന്നുമില്ല കേട്ടോ, ഇതിൽ ഇതന്നെയാണ്. അപ്പം ഇത് നമുക്ക് മാറ്റി അടുത്ത് നമുക്ക് ഇതിലെന്തൊക്കെ ഉണ്ട് നോക്കാം. ഇത് ഞാൻ ആക്ച്വലി ശിവയ്ക്ക് വാങ്ങിയാണ് കിട്ടിയാണ്. ശിവയ്ക്ക് ഡെലിവറി സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ശിവയുടെ ഡ്രസ്സുകൾ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പെട്ടിയായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫുള്ള് നമ്മുടെ ഡ്രസ്സ് വെച്ചാലും അകത്തേക്ക് പൊടി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ കൊണ്ട് ഫുള്ള് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഹോളാണെങ്കിലും അതിൻ്റെ അകത്തേക്ക് പൊടി കയറിയുന്നില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശിവ കുറച്ച് വലുതായ കാരണം ശിവയുടെ ഡ്രസ്സുകൾ ഇതിൽ വെക്കാം. അതായത് പുറത്തേക്ക് പോകുമ്പോൾ ഇടേണ്ട നല്ല ഡ്രസ്സുകളൊക്കെ അവൻ്റെ ഇതിൽ വെക്കാം. അപ്പോൾ അവൻ എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ സൈഡിലുള്ള സ്റ്റിക്കറൊക്കെ അവൻ വലിച്ച് കീറി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാനൊന്നും വയ്യ. ഇത് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ശിവയുടെ ഡ്രസ്സ് തന്നെ വെക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇത്തവണ ഉണ്ണിയുടെ ഡ്രസ്സ് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ളത് വേറെയിൽ വെച്ചിട്ടുണ്ട്.
അധികം ഇല്ല സാധനങ്ങൾ കുറച്ച് 1-2 ഐറ്റംസ് ആണ് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പെട്ടിയിൽ ഇനി പാത്രം ഉണ്ട്. ഇത് ഒന്നെങ്കിൽ കഞ്ഞി വാങ്ങാം, ചായ വാങ്ങാം, അതിനൊക്കെ. കഴിഞ്ഞപ്പോൾ ആ തവണ ഞാൻ കഞ്ഞി വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. കാരണം 3 തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും കഞ്ഞി അങ്ങനെ വാങ്ങിയതായിട്ടുള്ള ഓർമ്മ എനിക്കില്ല. ഞാൻ അമ്മോട് ചോദിച്ചു, എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ചായ വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ചോദ്യം ബാക്കി, പിന്നെ ഒരു കപ്പ് ബക്കറ്റ് ഉണ്ടല്ലോ, പിന്നെ ഒരു കപ്പ്, പിന്നെ പാരഷൂട്ടിൻ്റെ ഒരു ഓയിൽ. ഇത് നമ്മൾ എടുക്കുമ്പോൾ തല ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഡ്രൈ ആവും. ലേബർ റൂമിൽ കയറ്റിയാലും മുടിയൊക്കെ ആകെ ഇത് ഒരു 2 ഭാഗം കെട്ടിപ്പോയാലും ഭയങ്കരമായ വൃത്തികേടാവും. മുടി തേക്കാനും കുളിക്കേണ്ട തേക്കാനും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെച്ചതുണ്ടാവും. കഴിഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഉണ്ണിക്ക് 3 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഞങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം ഉണ്ണിക്ക് നോക്കിയപ്പോൾ ശരിക്കും മഞ്ഞ കളറായിരുന്നു. അങ്ങനെ മഞ്ഞ കളറായിട്ട് ഹോസ്പിറ്റലിൽ എടുത്തപ്പോൾ എനിക്ക് കംഫർട്ടായി തോന്നിയില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് ഉണ്ണിയുടെ വിഭാഗത്തിൽ കംഫർട്ടായിട്ട് തോന്നിയിട്ട്, ബാക്കി എൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ്. ഒന്നുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുറ്റം പറയില്ല. എൻ്റെ പ്രസവ സമയത്ത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല ഡോക്ടറും നല്ല നഴ്സുമാരായിരുന്നു എനിക്ക് ഡെലിവറി സമയത്ത് ഉണ്ടായിരുന്നില്ല. കുറേ പേര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും നഴ്സുമാരെയും കുറ്റം പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ വായിക്കൊണ്ടാണെന്ന് അറിയില്ല. ഡോക്ടറെ പിന്നെ ഞാൻ നമ്മൾ നോക്കിക്കണ്ട് ചൂസ് ചെയ്ത് തന്നെയാണ്. ഡോക്ടർ പക്കയാണ്. അതേപോലെ നേഴ്സുമാരും നല്ല നേഴ്സുമാരുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയില്ല. അവർ മാക്സിമം അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും കുറേ നമ്മൾ കിടന്നു നമുക്ക് ഭയങ്കര ടയേർഡായി, പുഷ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ അവരാണ് കേട്ടോ സഹായിച്ചു നമുക്ക്. അപ്പോൾ നല്ല നേഴ്സുമാരായിരുന്നു. ആ ഭാഗത്ത് കൊണ്ട് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഡെലിവറി സമയത്ത് കാര്യങ്ങൾക്കൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് മഞ്ഞ കൂടിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ അത്ര സേഫ് അല്ലാന്ന് തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞ കളറിന് കെടുത്തുന്ന ഒരു ലൈറ്റ് ഉണ്ട്, ബ്ലൂ ലൈറ്റ്. ആ ലൈറ്റ് വെച്ചിരിക്കുന്ന റൂമിൽ തന്നെയാണ് ബാത്റൂം ഉള്ളത്. അവിടെ ഈ പ്രസവ റൂമിലേക്ക് കയറി ഒരു വയറ് കഴുകാൻ വരുന്നത്. പിന്നെ അവിടുത്തെ നഴ്സുമാരൊക്കെ ആ ബാത്റൂമിലാണ് യൂസ് ചെയ്യുക. ഉണ്ണി അവിടെ കെടുക്കണ ആ റൂമിലാണ്. ഞങ്ങൾക്ക് അത്ര സേഫായി തോന്നില്ല. പിന്നെ അവിടെ നിൽക്കാനായാലും ഒരാളവിടെ നിൽക്കണം, ബെഡൊന്നുമില്ല, കസാരയിൽ ഇരിക്കണം. അപ്പം എനിക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കാൻ കുറേ സമയം ഫുൾ ടൈം ഇരിക്കണം കേട്ടോ. ഫുൾ ടൈം ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലാവുക. പിന്നെ മാറി മാറി ഇരിക്കാനാണെങ്കിലും ചേട്ടനെ അതിൻ്റെ അകത്തേക്ക് കടത്തില്ല, ആണുങ്ങൾ കടത്തില്ല. അപ്പം അമ്മയല്ലേ ഞാനുള്ളത്. എനിക്കിപ്പോൾ സ്റ്റിച്ചൊക്കെ നല്ല കുറേ സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ കെടുക്കാനും റെസ്റ്റ് എടുക്കുന്ന സമയമല്ലേ നമ്മൾ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. സംഭവം നോർമലാണെന്ന് വേണ്ട കാര്യമില്ല, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടും നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സിസേറിയൻ ആയിരുന്നാൽ മതിയായിരുന്നു എന്നാണ് നല്ലത് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതാണ് സിസേറിയൻ ആയാൽ മതിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിന് മുമ്പ് ഒരുപാട് വേദന സഹിക്കണം, ഡെലിവറി കഴിഞ്ഞാലും നല്ല വേദന സഹിക്കണം കേട്ടോ. നോർമലാവുകൊണ്ട് കാര്യമില്ല. എല്ലാവരുടെ കണ്ടീഷനും ഒരേപോലെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടും 23 ദിവസം വരെ എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ ഡെലിവറിയുടെ പെയിൻ ഡെലിവറി കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റിച്ചിൻ്റെ പെയിൻ എനിക്ക് 23 ദിവസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ബെഡിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഉണ്ണിനെടുക്കാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് ബ്ലീഡിങ്ങും അതെ ഈ സ്റ്റിച്ച് പോണതിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ബ്ലീഡിങ് നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ കണ്ടീഷനിൽ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സിസേറിയൻ ആയാൽ മതിയായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിസേറിയൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വേദന സഹിച്ചാൽ മതിയല്ലോ, മുമ്പത്തെ വേദന സഹിക്കേണ്ടത് വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് കേട്ടത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, അപ്പോൾ ഉണ്ണീനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ ബിൽറൂബിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ മഞ്ഞ കളറിന് കെടുത്തുമ്പോഴുള്ള ആ റൂം അത്ര സേഫായിട്ട് തോന്നിയില്ല. ഞങ്ങൾ അപ്പോൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ യൂണിറ്റ് ഹോസ്പിറ്റലായിരുന്നു 7 ദിവസം.
3 ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലും അത് കഴിഞ്ഞിട്ട് 7 ദിവസം യൂണിറ്റ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ശിവയ്ക്ക് നല്ല കൂടുതൽ തന്നെയായിരുന്നു. മഞ്ഞ NICUലായിരുന്നു. പാല് കുടിക്കാൻ മാത്രം, അത് കൈയും കാലൊക്കെ പിടിച്ചിട്ടാണ് പാല് കുടിക്കാൻ തന്നിരുന്നത് തന്നെ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ ഞങ്ങൾ കുറച്ചധികം ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ്. അപ്പം അന്നൊക്കെ അത്രയധികം ദിവസം കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തലയൊക്കെ മേല് കുളിക്കും, തല കുളിക്കണമല്ലോ. അപ്പോൾ അന്നൊക്കെ വെളിച്ചെണ്ണേൻ്റെ ആവശ്യം തൊട്ട് വെട്ടാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ വീട് വാങ്ങുക ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം ഇത് വലിയ കുപ്പിയാകും മറ്റു കാര്യമുണ്ട്. ഇത് പൊട്ടിച്ചമ്മ യൂസ് ചെയ്ത കുറച്ച് തന്നെ ഉള്ളൂ. അപ്പം അതൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഥ പറയാൻ എത്ര വലിയ കഥ ഞാൻ പറഞ്ഞു. അപ്പം ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പ്, സൺലൈറ്റിൻ്റെ സോപ്പ്. അത് ഉള്ളിലൊക്കെ അപ്പിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്കി പോകാൻ സൺലൈറ്റ് സോപ്പാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് ഇപ്പോഴത്തെ ഈ സമയത്ത് മഴയുള്ള സമയത്താണെങ്കിൽ ഈ തുണികൾക്ക് കഴുകാൻ പറ്റുമെന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ. കല്ലൊക്കെ പുറത്താണല്ലോ, മഴയത്ത് എങ്ങനെ തീരുമാനം. അപ്പം അതൊന്നും ഒരു ഉറപ്പില്ലെന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ തന്നെ വെക്കട്ടെ. എൻ്റെ അമ്മ സേഫായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇതിലും കവറുകൾ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കവർ, വേസ്റ്റ് കവർ നമുക്ക് കുറേ ആവശ്യം വരും കേട്ടോ. അത് നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റ് ഇട്ടിട്ടായാലും നമുക്ക് അവിടെ സെപ്പറേറ്റ് ബക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഫുഡ് വേസ്റ്റ് ഇതിലിട്ടിട്ട് വെക്കാനായാലും നമ്മുടെ ഡ്രസ്സ്, ഞാൻ പറഞ്ഞില്ലേ മഴക്കാലമായ കാരണം ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ ഡ്രസ്സ് വെക്കാനായാലും അങ്ങനെ കുറേ നമുക്ക് വേസ്റ്റ് കവറുകൾ ആവശ്യം വരും കേട്ടോ. അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് സ്പൂണ്, പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ അത്യാവശ്യമുള്ള സാധനം തന്നെയാണ് കേട്ടോ. ഇതൊരു കത്തി, പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഗ്ലാസ് ആകുമ്പോൾ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഫുള്ള് ഇങ്ങനത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മഴയും പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ റൂം ചെറുതാണ്, പിന്നെ കഴുകാനുള്ള ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പാത്രം കഴുകാന്ന് വെച്ചാൽ വലിയ മെനക്കെട്ട പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലമ്മ പാത്രം തേക്കുന്നത്, പാത്രം കൈയിട്ട് കൊണ്ടുപോയില്ല. ചിലപ്പോൾ നമ്മൾ ഇനി ഡിസ്പോസിബിൾ പ്ലേറ്റ് കൂടി വാങ്ങണം കേട്ടോ. പ്ലേറ്റ് ഇപ്പോൾ ഞങ്ങൾ 2-3 കടയിലൊക്കെ ചോദിച്ചാൽ പ്ലേറ്റ് ഇല്ല. അപ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് അങ്ങനെ സാധനങ്ങൾ വരുന്നില്ല. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്തായാലും പ്ലേറ്റ് വെക്കണം. ഇപ്പോൾ പ്ലേറ്റ് വെച്ചിട്ടില്ല. ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചുറ്റിട്ടൊന്ന് അന്വേഷിക്കും. കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം അങ്ങനെ വരില്ല വിചാരിക്കാം. ഇതിൻ്റെ ചായൻ്റെ പാത്രം കഴുകാൻ വേണ്ടി ആവശ്യം വരും. അപ്പോൾ ഇതിൽ പാത്രം കഴുകണ സോപ്പുണ്ട്, കുളിക്കണ സോപ്പുണ്ട്, പിന്നെ ഒരു പാത്രം തേക്കണ സ്ക്രബ്ബറുണ്ട്. പിന്നെ വേറൊരു സൺലൈറ്റ് സോപ്പും കൂടെ അമ്മ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പം എന്തമ്മ ഇത് പറഞ്ഞ പോലെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒതുക്കുള്ള ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഞാൻ വീട്ടിൽ വലിയ ഹാൻഡ് വാഷിൻ്റെ കുപ്പി ലൂസായിട്ട് വാങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഇപ്പോൾ ലൂസായിട്ടാണ് വാങ്ങാറ്. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് അടച്ചിട്ടായിട്ട് ശരിക്ക് ഗ്ലാസ് ക്ലീനറിൻ്റെ കുപ്പിയാണ്. അപ്പം ഞാൻ നിറച്ചത്. ഇതും ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് നമുക്ക് വാഷ്റൂമിലൊക്കെ പോയിട്ട് കൈ കഴുകുന്നില്ല. അപ്പോൾ സോപ്പിട്ട് കൈ കഴുകിയിട്ട് ഏറ്റവും ബെറ്റർ ഹാൻഡ് വാഷ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹാൻഡ് വാഷൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഹാൻഡ് വാഷ് വെക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലാക്കിയെന്നുള്ളൂ കേട്ടോ. ചെറിയ കുപ്പി ഞാൻ നോക്കി കിട്ടിയില്ല. പിന്നെ വലിയത് ബോട്ടിൽ ലൂസായിട്ട് വാങ്ങാനും ചെറിയ കുപ്പികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലാക്കി. എന്തായാലും നമുക്ക് കൈ കഴിക്കാൻ പറ്റില്ല, ഒന്ന് ആവശ്യം തന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഹാൻഡ് വാഷ് നിർബന്ധമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഇത് ഫേസ് വാഷാണ്. ഫേസ് വാഷ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇടയ്ക്ക് നമുക്ക് മുഖം കഴുകാനൊക്കെ എടുക്കാമല്ലോ. എല്ലാത്തിനും വാഷ് ബേസ് ഉണ്ടാവുമല്ലോ, വാഷ് ബേസിൻ്റെ അവിടെ വെച്ചാൽ മതി. ബാത്റൂമിൽ കയറിയിട്ട് മുഖം കഴുകാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് വെച്ചിട്ടുണ്ട്. ഈ ഫേസ് വാഷും ഈ ഹാൻഡ് വാഷും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് യൂട്യൂബൊന്നും ഇല്ലാത്ത കാരണം അത് ആരും ആർക്കും അങ്ങനെ വീഡിയോ ആയിട്ട് കണ്ടില്ല മാത്രം. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ. ഇതിലിനി നമ്മുടെ പല്ലേക്കുള്ള ബ്രഷ്, പേസ്റ്റ്, പറഞ്ഞ പോലെ ഡിസ്പോസിബിൾ പ്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റേ പ്ലേറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു പെട്ടിയിൽ സേഫായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇത് അടുത്ത പെട്ടി. ഇതിലും നമുക്ക് എല്ലാത്തിലും കയ്യിട്ട് വരണ്ടല്ലോ. ഇതിലാണ് ഇന്ന സാധനം നമുക്ക് അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാതും ഓരോ പെട്ടി വെച്ചിട്ടാണ്. അടുത്ത ബാഗിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിൽ പുതപ്പ്, മടങ്ങിൻ്റെ. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി ഒരു വീഡിയോ എടുത്തു, ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തു. പക്ഷെ ചേച്ചീനെ വെച്ചിട്ട് എടുത്തു. പക്ഷേ ചില സാങ്കേതിക കാരണം കൊണ്ട് അതത്ര പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നി. പിന്നെ കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് ഫോൾട്ട് തോന്നി. അപ്പം ഞാൻ ചേച്ചി പോയി ഇന്നലെ തന്നെ. അപ്പം ഞാനിന്ന് പിന്നെ 2ാം പ്രാവശ്യമായിട്ടേ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ എടുത്തപ്പോൾ അത് മെസ്സായി. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ്, പിന്നെ തലോണ കവർ, പിന്നെ മുണ്ടുകൾ ഇങ്ങോട്ടില്ല, മുണ്ട് വേസ്റ്റ് മുണ്ട് ഒക്കെ ഉണ്ടിട്ട. പിന്നെ അമ്മത്തെ ഓർത്ത് ഇതിലാണ്ട പെട്ടേക്കുന്നത്. അമ്മ ഇന്നലെ പറഞ്ഞു അമ്മത്തെ ഓർത്ത് ഇതിലാണ് പെട്ടത്. അത് അമ്മയുടെ ബാഗിൽ വെക്കണം. അപ്പം ഞാൻ അമ്മയുടെ ബാഗിൽ വയ്ക്കാം. പിന്നെ വേസ്റ്റ് മുണ്ടുകൾ ഇങ്ങോട്ട, മുണ്ടും പിന്നെ വെറുതെ ആവശ്യമില്ല തുണികൾ എന്തെങ്കിലും പോയി കഴിഞ്ഞ് തുടയ്ക്കാനൊക്കെ അങ്ങനെ തുണി കേട്ടാ. പിന്നെ ഇതിൽ നമ്മുടെ ശിവേരെ ഒക്കെ ടർക്കിയാണ് കേട്ടോ. ഉണ്ണിക്ക് വേറെ ടർക്കി ആ ബാഗിൽ ഞാൻ പറഞ്ഞല്ലോ അതിലുണ്ട്. പിന്നെ മഴക്കാലമായിട്ടാണ് എക്സ്ട്രാ നമ്മൾ കുറച്ച് ടർക്കിയും കാര്യങ്ങളും പിടിച്ചത് കേട്ടോ. മഴക്കാലത്ത് പോകുമ്പോൾ ഭയങ്കര മെനക്കേടിന് എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ അധികം വെക്കണം. അപ്പം ഇതിൻ്റെ പുതപ്പാണ് കേട്ടോ. മറ്റേ ബാഗിൽ അമ്മേൻ്റെ പുതപ്പായിരുന്നു, ഇതിൽ എൻ്റെ പുതപ്പ്. പിന്നെ തലോണ കവറും ബെഡ്ഷീറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എൻ്റെ ബെഡ്ഷീറ്റും ഇതൊന്നും ഇല്ലേ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലത്തെ ബെഡ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലിലത്തെ ബെഡിൽ അവർ വിരിച്ചിട്ടും പോയിട്ടുണ്ടാവുക. പക്ഷേ ഞങ്ങൾക്ക് അതിൽ എടുക്കാൻ കംഫർട്ടല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിരി ഹോസ്പിറ്റലുകാർ ബെഡ് വിരിച്ചതിൻ്റെ മുകളിൽ ഞങ്ങൾ കൊണ്ടുപോയി വിരിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ബെഡ്ഷീറ്റ് വേറെ ഹോസ്പിറ്റലിൽ ബെഡ്ഷീറ്റ് ഇല്ലായിട്ടല്ല കേട്ടോ. പിന്നെ ഈ സൈഡിലത്തെ ഫുഡ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ പൂട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചിലപ്പോൾ ലേബർ റൂമിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് റൂം നമ്മൾ തന്നെ പൂട്ടുന്നുണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. ചായക്കേറ്റർ കെട്ടാനുള്ളത് ഇതാട്ടത്. പിന്നെ അമ്മയുടെ ഒരു ക്ലിപ്പ്, പിന്നെ ഒരു വേസ്റ്റ് കവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എടുക്കാൻ കംഫർട്ട് അത് അവരെത്രത്തോളമൊക്കെ വാഷ് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവർക്കും മാറി യൂസ് ചെയ്ത് വരുന്നതല്ലേ, പുതിയതല്ലേ. നിങ്ങളുടെ കംഫർട്ട് നോക്കിയിട്ട് ഞങ്ങൾ ഒരു അതിലും ഉണ്ടാവും കേട്ടോ. ഞാൻ മുഴുവൻ നോക്കിയില്ലല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സുഖം അതിൽ. മറ്റേ നേരിട്ട് പോയി കിടക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ പോലെ കിടക്കുമ്പോൾ. പിന്നെ വീട്ടിൽ എന്തിനെങ്കിലും കാര്യത്തിൽ പോയാലും വീട്ടിലേക്ക് കുളി കഴിഞ്ഞാലും സമ്മതം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സൈക്കോപാത്താണ് ഞാൻ. ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ തന്നെ കുളിക്കണം. അത് ഫുള്ള് കുളിക്കും, തലയും മീനൊക്കെ കുളിക്കും. കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖം പോലെയാണ്. അല്ലാണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കുളിക്കാണ്ട് നടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ
എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പം അമ്മ അതങ്ങനെ തന്നെ അമ്മ ബെഡ്ഷീറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാകും. ആദ്യം ഇതിൽ കാണിക്കട്ടെ. ഇതിലെൻ്റെ ചീർപ്പുണ്ടാവും കേട്ടോ, ചെറിയ പൗച്ച്. ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനങ്ങളും വെക്കുമ്പോൾ അതിൻ്റെതായ നീറ്റിൽ വെച്ച് നമുക്ക് എടുക്കാൻ നല്ല സുഖമായിരിക്കും. ഇന്ന സാധനം ഇതിലുണ്ടല്ലോ എന്നുള്ളത് എല്ലാ പെട്ടിയും പോലെ ഇതിലെടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ, ജാമായി. ഇതിൽ ചീർപ്പുണ്ട്, പൊട്ടുണ്ട്, അങ്ങനത്തെ സാധനം കേട്ടോ. ഐലൈനർ വെറുതെ ഇതിൽ ഓൾറെഡി ഞാൻ എൻ്റെ പൗച്ചാണ് എൻ്റെ ഐലൈനറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ പൗച്ച് നേരെ ഇങ്ങോട്ട് എടുത്തു കൊടുക്കാറുണ്ട്. ഇതിലിപ്പോൾ തൽക്കാലം എന്തൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഐലൈനർ ഉണ്ടാവും, കൺമഷി ഉണ്ടാവും, പിന്നെ പൊട്ട് വയ്ക്കാനുള്ള ഒരു വേറൊരു ഉണ്ടാവും, ലിപ്സ്റ്റിക്ക് ഉണ്ടാവും, പൊട്ട്, ചീർപ്പ്, പിന്നൊരു കുഞ്ഞൊരു അത്തറിൻ്റെ എൻ്റെ പാപ്പൻ്റെ അമ്മ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അവൻ കൊടുക്കാൻ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, ഞാൻ ഇതിന് വേണ്ടി മേടിച്ചതല്ല. അപ്പം നേരെ ആ പൗച്ച് എടുത്തു കൊടുക്കുന്നു. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. പൊട്ട്, ചീർപ്പ്, ഇത് മാത്രം. കണ്ണൊന്നും പിന്നെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണൊക്കെ ഉണ്ണീരെ 90 ഉണ്ണീരെ പേരിട്ടുന്നല്ലേ കണ്ണെഴുത്തുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ എന്താ ചിലവർ പറയും 28 ഉണ്ണീരെ 28ൻ്റെ ഒപ്പം ഉണ്ണിക്ക് കണ്ണെഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ അമ്മമാർ കണ്ണെഴുതുന്നു പറയും. പക്ഷെ ഞങ്ങളത് ചെയ്യാറില്ല. അപ്പോൾ അത് പിന്നെ ഒരു പൗഡർ വെച്ചിട്ട് കഴിഞ്ഞ തവണയാണ് പൗഡർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവസാനം അമ്മയ്ക്ക് പൗഡർ വലിയ പൗഡറില്ലാതെ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഷോപ്പിങ്ങിന് പോയി പൗഡർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബണ്ണ്, ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവർ എല്ലാം കൂടി എടുക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ എടുക്കാറുണ്ട്. 2 ഭാഗം മൂടി പിന്നിട്ടിട്ട് വേണ്ടൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇത് ഞാൻ ഇതേപോലെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ട് സാധനങ്ങൾ എവിടെയായിരിക്കണമെന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ 2 മാസ്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വാങ്ങിയ മാസ്കാണ്, ഞാൻ അതിൽ തന്നെ വെച്ച്. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായൊരു സാധനം ഉണ്ടാകും, ഹോട്ട് വാട്ടർ ബാഗാണ്. ഇതിൽ നല്ല ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് ഇതിൽ ഒഴിച്ചിട്ട് ഇതിൽ ഒരു 1/4 മണിക്കൂറോളം ഈ ചൂട് അതിൽ നിൽക്കും കേട്ടോ. സംഭവം ഇലക്ട്രിക്കിൻ്റെ അല്ല. കഴിഞ്ഞ തവണയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ട് ബാഗ്. അതെനിക്ക് ചാർജ് ചെയ്യണമായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, യൂണിറ്റിൽ കിടക്കുമ്പോൾ ആ ചാർജർ പൊട്ടിപ്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വർക്കിംഗ് ആയിരുന്നു. പിന്നെ അത് നാശമായിട്ടാണ്. ഇത് പിന്നെ നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി, ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട്. ചൂടുവെള്ളമൊക്കെ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ആ ബാഗ്. അതാണ് ഇതൊക്കെയാണ് ഈ കളിയിലേക്ക്. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി പെട്ടിയിൽ ഞാൻ ബോക്സിൽ ഞാൻ ഇതേപോലെ എല്ലാതും ഞാൻ ബോക്സിലാക്കി വെച്ചത് നീറ്റായിട്ട് കിട്ടാൻ പറ്റില്ല കേട്ടോ. ഓൾമെൻ്റ് ഉണ്ട് എനിക്ക്. ഓൾമെൻ്റ് ഇപ്പോഴത്തെ ഡോക്ടറുടെ നമ്മൾ ഓൾമെൻ്റ് ഉണ്ട്. പിന്നെ ഗ്യാസിൻ്റെ മരുന്നാണ് കേട്ടോ. ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമാണ്. 8 ഉപ്പാടുള്ളൂ. പിന്നെ കാൽസ്യത്തിൻ്റെ മരുന്ന്, പിന്നെ എൻ്റെ രാത്രി കഴിക്കുള്ള ഫോളിക് ആസിഡിൻ്റെ മരുന്ന്, അതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും മരുന്ന് കഴിക്കണം. കഴിഞ്ഞ തവണ എനിക്ക് ഇൻസുലിൻ കുത്തിയായിരുന്നു. ഞാൻ ഇൻസുലിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതല്ലേ, ഇൻസുലിൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇൻസുലിൻ കൊണ്ടുപോയിട്ടതില്ല കേട്ടോ. ഒരു പറഞ്ഞാൽ എന്താ ഇൻസുലിൻ കൊണ്ടുപോയിട്ടെന്ന് വെച്ചിട്ട് ചീത്ത പറഞ്ഞു. അത് ഫസ്റ്റ് കിടക്കുമ്പോൾ, ഡെലിവറിക്കല്ല, അതിന് മുമ്പേ എനിക്ക് ഷുഗർ കൂട്ടിയിട്ട് കിടക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ടതില്ല. അപ്പോൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ ചില മരുന്നുകൾ അവർ തരും. അപ്പോൾ ഇത് ഞാൻ ഡെലിവറിക്ക് മുമ്പുള്ള മരുന്നുകൾ, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മരുന്നുകളുണ്ടല്ലോ. അപ്പോൾ അതൊരു പെട്ടിയിലേക്ക് വെച്ചിരുന്നു. പിന്നെ ഇതിലുണ്ണിയുടെ സാധനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അതിന് അവൻ ശിവരെ പെട്ടിയിലാക്കിയത്. ഇത്തവണ ഞാനൊരു കവറിൽ ഉണ്ണിയുടെ മാത്രമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. റിസീവിംഗ് ടൈമിൽ മാത്രം അതിൽ വെച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രം റിസീവിംഗ് ടൈമിൽ മാത്രം അതിൽ വെച്ച് ഇത്. പിന്നെ ഇതിൽ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ, സോക്സ്, ക്യാപ്പ്, പിന്നി കെട്ടി, പിന്നെ തോർത്ത് കുളിപ്പിക്കൊന്നുമില്ല, വീട്ടിൽ വന്നങ്ങനെ കുളിപ്പിക്കുള്ളൂ. എന്നാലും അവന്
അവനവനൊന്ന് വരുള്ളൂ കേട്ടോ. അതിൽ ശിവൻ അവൻ വിളിച്ചു വിളിച്ച് അവനവന്ന് വരും. ഇതാണോ പെണ്ണാണെന്നത് അറിയില്ല, എന്നാലും അവൻ തന്നെ വരുള്ള കൂടുതലിട്ടാ. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നാലും കുളിപ്പിക്കുള്ളൂ, എന്നാലും കൈമ്പിലും കാര്യങ്ങളുണ്ടാവുള്ള സോക്സൊക്കെ ഉണ്ട് ഡെയിലി കാണിച്ചാൽ. ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ടാ. ഇതിൽ കുറേ ഉണ്ട്, ഒരു 1 2 3 4 5 ടയറുണ്ട് കേട്ടോ. ഇത് കൈമ്പിലും കാര്യത്തിലും ഇടാം. ഇത് തൊപ്പി ഇതൊക്കെ ഉണ്ടാ, അതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് കയറുമ്പോൾ ഡ്രസ്സ് സെപ്പറേറ്റ് ആണ് ഇതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ടാണ് നമ്മൾ ഡെലിവറിക്ക് ലേബർ റൂമിലേക്ക് കയറുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലേബർ റൂമിലേക്ക് നമ്മൾ ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനമായിട്ട് ഇതിലൊരു തോർത്ത് വെച്ചിട്ടുണ്ട്. തോർത്ത് ഞാൻ മേലെ വെറുതെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. മേല് ഇത് തോർത്ത് ഇടണം നിർബന്ധമില്ല, പക്ഷെ ഞാൻ മേല് വെറുതെ ഇടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ടാന്ന് പറഞ്ഞാൽ ഓർമ്മ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് താഴത്തോട്ടാക്കി കിട്ടിയിട്ടുണ്ടാകുന്നത്. ആകെ സീനായി കാരണം വേദന കാരണം ഈ തോർത്തൊക്കെ പിന്നെ എൻ്റെ മേത്തേ പോയി. ഈ തോർത്ത് ഇട്ടിട്ടാണോ പോയത് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ തോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഷർട്ട് വെച്ചിട്ടുണ്ട്, വൈറ്റ് മുണ്ടും. ഈ വൈറ്റ് ഷർട്ട് നമുക്ക് പിന്നിലേക്കാണ് ഇടേണ്ടത്, കുടുക്ക് ഫ്രണ്ടിലേക്കല്ല പിന്നിലോട്ടാണ് കുടുക്ക്, ഷർട്ടിൻ്റെ കുടുക്ക് വരണം. അങ്ങനെ അപ്പോൾ ഇത് ലേബർ റൂമിലേക്ക് ഇട്ടിട്ട് കയറുന്ന സാധനം. ഇത് ഉള്ളിനെ ഡ്രൈ ഷീറ്റാണ് കേട്ടോ. പിന്നെ ഇത് ഉള്ളിലേക്കുള്ള വെക്സ് വൈപ്പ്. ഇത് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, 72 എണ്ണത്തിൻ്റെ ഇത്. ഇതിൻ്റെ സെയിം ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളതാണ്. ഞാൻ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. ഇത് പീരീഡ്സ് പാൻറ്റിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ എനിക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഇതാ തോന്നുന്നത് കേട്ടോ. എന്തായാലും അറിയില്ല, ഒന്നുകൂടി എനിക്ക് കംഫർട്ട് ഇതായിരിക്കും തോന്നി എടുക്കുന്ന സമയത്ത്. ഹോസ്പിറ്റലുള്ള ദിവസം, അതായത് ഹോസ്പിറ്റലുള്ള സമയത്തൊക്കെ ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലീഡിങ് അധികം ഉണ്ടാവില്ല. കുറച്ച് കംഫർട്ടബിൾ ഇതാണെന്ന് എനിക്ക് തോന്നിയ കാരണം ഞാൻ ഇതാണ് ഇത് 10 എണ്ണത്തിൻ്റെ ഉണ്ട്. ഇത് വാങ്ങിയിട്ടുണ്ട്, മറ്റേത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് നോർമൽ. അപ്പോൾ ഇതും ഇങ്ങനെ ഓൺലൈൻ വാങ്ങിയിട്ടാ. വന്നാ അല്ല നീ എന്ന് വന്ന് അപ്പിട്ടില്ല പോകോട്ടാ. മറ്റേത് വീഡിയോ കൂടി എടുത്തിട്ട് വരാട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കരഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, അത് 2 ഞാൻ ഓൺലൈനിൽ വാങ്ങിട്ടോ. ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ ഇരിക്കണമെന്ന് തപ്പിത്തരാൻ വൈകുന്നു. പിന്നെ മഴയില്ലായിരുന്നു, മഴയാകുമ്പോൾ പോകാനും ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നടക്കാനും പിടിക്കാനൊക്കെ. കാറിലാണ് പോവുക. അപ്പോൾ കാർ പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് കാര്യങ്ങളായിരുന്നു. മഴയൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഓൺലൈനിലെല്ലാം വാങ്ങി വെച്ചിട്ടാണ്. ഒരുവിധം സാധനങ്ങൾ കിട്ടാം, ചിലതൊക്കെ ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം. പിന്നെ ഇത് പാല് പമ്പ് ചെയ്യണത് കേട്ടോ. പാല് പമ്പ് ചെയ്യണതും പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഇതാണ് കേട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായ സംഭവമാണ് കേട്ടോ. കുറേ നമുക്ക് ആദ്യം അത് കൂടുതൽ എനിക്കിത് ആവശ്യം വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞക്കളർ പറഞ്ഞില്ല. മഞ്ഞക്കളർ കാരണം ഞങ്ങൾ യൂണിറ്റിലായപ്പോൾ ഉണ്ണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ എപ്പോഴും തരില്ല, ഇവര് വല്ലപ്പോഴും തരുന്ന സമയം ഒഴുകി നമ്മൾ പാല് പിഴിഞ്ഞ് ഇവരെ NICയിൽ കൊണ്ടുകൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഇത്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഞാൻ കഴുകി നന്നായി തിളപ്പിച്ചിട്ട് കേട്ടോ വെച്ചുള്ളൂ. തിളപ്പിച്ച് ഉണക്കി വെച്ചുള്ള സാധനമാണ്. അപ്പോൾ ഇതാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ ഈ ബാഗ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രം വാങ്ങി വരുന്നുണ്ട്. ഹോസ്പിറ്റൽ ബാഗ് വാങ്ങിയാൽ ആ ബാഗാണ് വാങ്ങിയത് കേട്ടോ. ബാക്കി ഇവിടെ ഇതൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. എൻ്റെ കല്യാണത്തിന് പെട്ടിയത് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ ശിവചന്ദനം കോരി ഒഴിച്ചിട്ടാണ് ഈ കളറായി. ഭയങ്കര കളിയാണ് അവൻ.
ഇതിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരില്ല. ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഇത് കൊടുക്കേണ്ടി വരും, പ്രൂഫൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് റേഷൻ കാർഡ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അതേപോലെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി അച്ഛൻ്റെ അമ്മേനെയും. അപ്പം അങ്ങനെ എൻ്റെയും ചേട്ടൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. അതാണ് ഈ ഇതിലുള്ളത് കേട്ടോ. അതിലൊന്നുമില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ, ഇത് കഴിഞ്ഞ തവണത്തെ ശിവയുടെ ഇതില്ലേ ബർത്ത് സർട്ടിഫിക്കറ്റിന് എഴുതി കൊടുക്കാനുള്ള ഇത് തരുമല്ലോ, സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പേര് ഒഴികെ സാധനങ്ങൾ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സമയം, അതേപോലെ അമ്മേൻ്റെയും അച്ഛൻ്റെയും അഡ്രസ്സ്, ഏത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചത്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ, ഒപ്പും കാര്യങ്ങളും. പിന്നെ ഇതിൽ നമ്മുടെ സ്ഥലം മുനിസിപ്പാലിറ്റി ആണോ, അതേപോലെ തന്നെ പഞ്ചായത്താണോ, കോർപ്പറേഷനാണോ, അങ്ങനത്തെ കുറേ കോളങ്ങൾ പൂരിപ്പിക്കാനുണ്ട് കേട്ടോ. തൃശ്ശൂർ, അങ്ങനെ ഉണ്ണിയുടെ വെയിറ്റ്, എത്രാമത്തെ വീക്കിലായിരുന്നു ഡെലിവറി, എങ്ങനത്തെ ഡെലിവറി ആയിരുന്നു എന്നൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ ജോലി, വിദ്യാഭ്യാസം, വയസ്സ്, എത്ര വയസ്സിലാണ് പ്രസവിച്ചത്, അച്ഛൻ്റെ വയസ്സ്, അമ്മേൻ്റെ വയസ്സൊക്കെ വേണം കേട്ടോ. അതൊക്കെ എഴുതിയിട്ടുള്ള ഇതാണ്. ഇത് എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ഇത് എഴുതിയത് തെറ്റിയ കാരണം ഞങ്ങൾ പിന്നെയും വേറെ എഴുതി കൊടുത്തു. ഇത്തവണ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞ തവണത്തെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ വെച്ചതാട്ടോ. കൺഫ്യൂഷൻ വരണ്ടാന്ന് വെച്ചിട്ട്, തെറ്റുണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരു പേന വെച്ചിട്ടുണ്ട്, പിന്നെ അമ്മയും കുഞ്ഞും ബുക്ക്. ഇത് നിർബന്ധമല്ലേ, അമ്മയും കുഞ്ഞും ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഇതൊക്കെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടും അങ്ങനെ കാര്യങ്ങളാണ് ഉണ്ടാവും. എല്ലാ റിപ്പോർട്ടുകളും അത് ചോദിക്കും, എല്ലാവരും അവർക്ക് കൊടുക്കണം. പിന്നെ ഡോക്ടറെ കണ്ട ലിസ്റ്റ്, ഡോക്ടർ എഴുതിയ കാര്യങ്ങളും ഒക്കെ ഡോക്ടർമാരെല്ലാം നേഴ്സുമാർ ചോദിക്കില്ല, അപ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പം ഇത് ഞാൻ ഇതിലെന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ശിവയുടെ ഡ്രസ്സാണ് ഇട്ടത്. ഇതിൽ ശിവയുടെ കുറച്ച് ജോഡി വെച്ചിട്ടുണ്ട്. ഈ ശിവ ഞങ്ങളുടെ ഒപ്പം നിൽക്കുമോ, അത് ഇനി അവൻ്റെ വല്യമ്മേനെ കൂടെ നിൽക്കുമോ അറിയില്ല. വല്യമ്മയ്ക്ക് ആകെ ഡൗട്ടില്ല, അത് പിള്ളേർ സ്കൂളിൽ പോകുന്ന കാരണം. അതുകൊണ്ട് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, സ്കൂളുള്ളപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി എന്തൊക്കെ കാണിക്കാൻ കണ്ടെങ്കിൽ ശിവയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശിവയുടെ കുറച്ച് അധികം ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സ്, പിന്നെ ഇതിപ്പോൾ ശിവയുടെ ടർക്കിയായിരുന്നു, ടവിലായിരുന്നു. അത് ഞാൻ ഇന്നലെ കഴുകി കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകിയത് മടക്കി വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ വയറും ഇടാനുള്ള ഇതാണ് കേട്ടോ, പ്രസവം കഴിച്ചിടണമല്ലോ, വയറും ഇടാനുള്ള ഇത് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഇത് അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആവശ്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ആക്ച്വലി വേറൊരു ഇതുണ്ടാകുന്നത് കാണാനല്ലത് നമ്മൾ ചോദിച്ചോ, നമ്മൾ വയറ് ടൈറ്റ് ചെയ്ത് കെട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതെവിടെയാണ് പോയി എന്നറിയില്ല, ചോദിച്ചോ. പിന്നെ ഇതിലൊരു കുട ഉണ്ട് കേട്ടോ, അതിലും കുട ഉണ്ടാവുമല്ലോ. അപ്പം ഇതിലൊക്കെ എൻ്റെ ഡ്രസ്സ്, എൻ്റെ നൈറ്റി, പിന്നെ കുറച്ച് ഡ്രസ്സും കൂടി, ഇതിൽ പാൻറ്റൊക്കെ ഉണ്ട്, കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇതിൽ വെക്കാനുള്ള കേട്ടോ. അപ്പം ഇടാനും പോകുന്നില്ലാത്ത കാരണം ഞാൻ പിന്നെയും ഇതിൽ വെച്ചാലും എനിക്ക് പിന്നെ എടുക്കണം. ഇടാൻ ഡ്രസ്സ് മഴക്കാലമാണല്ലോ, ഉണങ്ങി കിട്ടണ്ടേ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഇനി എന്താക്കിണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷും പേസ്റ്റും, പിന്നെ ഫോണിൻ്റെ ചാർജർ, ഫോണ്, പിന്നെ എൻ്റെ അമ്മേനെ തോർത്താൻ പറഞ്ഞാൽ ടയറുണ്ടാകുന്ന വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുളിക്കാനുള്ള തോർത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചേട്ടൻ ഹോസ്പിറ്റലിൽ ഡ്രസ്സ് പിടിക്കണോ ചോദിച്ചപ്പോൾ വേണ്ട, വീട്ടിൽ പോയി മാറിക്കോളാം എന്നൊക്കെ പറയണം. അപ്പോൾ ചേട്ടൻ ഡ്രസ്സൊന്നും ഇതിലില്ല കേട്ടോ. അപ്പോൾ അതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനോട് ഒരു ജോഡി വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാം. പക്ഷെ മൂപ്പരാൾ സമ്മതിക്കില്ല. മൂപ്പരാൾ സമ്മതിക്കാണ്ട് ആ സമയത്ത് കിടന്നിട്ട് ഓട്ടപ്പാച്ചിലോട് ഓട്ടപ്പാച്ചിൽ ചിന്തിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മനസ്സിൽ പറഞ്ഞു കൊടുക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ
എല്ലാതും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ പ്രാർത്ഥന, എല്ലാവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. ഒരു ആപത്തുകളും വയറുകളും അസുഖങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോയിട്ട് വരാൻ. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ശിവയ്ക്ക് മഞ്ഞ കളർ കൂടിയ കാരണം ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ വിഷമഘട്ടത്തിൽ കൂടെ കടന്നു പോയതായിട്ട് ശിവയുടെ സ്റ്റേജ്. ഡെലിവറി കഴിഞ്ഞിട്ട്, ഡെലിവറിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. 6 മണിക്ക് കയറ്റിയിട്ട് 1:30 ആകുമ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ നമ്മളിപ്പോൾ നമ്മുടെ മരണപ്രാളം അതുണ്ട്. അതിപ്പോൾ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അതുപോലെ പ്രസവത്തിനും എല്ലാത്തിനും ഉണ്ട്. അപ്പം അത് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ ശിവരെ മഞ്ഞ കളർ കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു കേട്ടോ. അത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട ദിവസങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഗർഭിണിയായി ഉണ്ടോ, എന്തായാലും നമുക്ക് പ്രസവിക്കണം, അത് നമ്മുടെ ആരോ എഴുതി വെച്ച പോലെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നടക്കണം എന്നൊരു മൈൻഡായിട്ട്. നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ ഇത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നിട്ടുള്ള എത്ര സമയം എടുക്കും, പിന്നെ നമുക്ക് വേദനിക്കുമ്പോൾ അതിൻ്റെ ഒരു കൈത്താങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര സപ്പോർട്ട് തന്നെയായിട്ടാണ്. അത് പെയിന് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തെ ഒരു ഇതുണ്ട്, ഒരു പേടി. കഴിഞ്ഞ തവണ അറിയാത്ത കാര്യം നേരെ കൂളായി പോയി കാരണം ഒരു പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.